next module is eigenvalues, eigenvectors and eigenspaces. First, see one definition. Invariant subspaces. Suppose T element of L of V, a subspace U of V is called invariant under T if U element of capital U implies TU is an element of U. അതായത് നമ്മൾ എൽ ഓഫ് വി എന്ന് പറയുമ്പോൾ എന്താ ലീനിയർ ഓപ്പറേറ്റർ ഇറ്റ് ഈസ് ഡിഫൈനിങ് ഫ്രം ദി വെക്റ്റർ സ്പേസ് വി ടു വി അതാണ് ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ആയിട്ട് എടുക്കുന്നത്. എൽ ഓഫ് വി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈനിങ് ഫ്രം ദി വെക്റ്റർ സ്പേസ് വി ടു വി. ഓക്കെ, അങ്ങനെയുള്ള ഈ വിയുടെ ഒരു സബ്സ്പേസിനെ കൺസിഡർ ചെയ്യാണ്, അതാണ് യു. യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണ്. ഇനി ഇൻവേരിയൻ്റ് അണ്ടർ ടി, ഈ ടി എന്ന് പറയുന്ന ഈ ലീനിയർ ഓപ്പറേറ്ററിനെ ഇൻവേരിയൻ്റ് ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ യുവിൽ നിന്ന് ഒരു വെക്റ്റർ യു എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇഫ് യു എലമെൻ്റ് ഓഫ് യു ഇംപ്ലൈസ് ടി യു ഈസ് ഓൾസോ ആൻ എലമെൻ്റ് ഓഫ് യു. അതായത് യു എടുത്താൽ അതിൻ്റെ ഇമേജ് ആയിട്ടുള്ള ടി യുവും ഈ സബ്സ്പേസിലുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് this T is, the linear operator T is invariant under T എന്ന് പറയാൻ പറ്റും. സോറി, സബ്സ്പേസ് അല്ല, ടി അല്ല, വി ക്യാൻ സേ ദാറ്റ് ദിസ് സബ്സ്പേസ് യു ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലീനിയർ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുക ഫ്രം ദി വെക്റ്റർ സ്പേസ് വി ടു വി. ദെൻ വിയുടെ ഒരു സബ്സ്പേസ് എടുത്തിട്ട് അത് ഇൻവേരിയൻ്റ് സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ത് ചെയ്യുക, യുവിൽ നിന്നൊരു വെക്റ്റർ എടുത്താൽ അതിൻ്റെ ഇമേജ് ആയിട്ടുള്ള ടി യുവും ആ യു എന്ന് പറയുന്ന സബ്സ്പേസിലുണ്ടോ എന്ന് നോക്കുക. ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ വി ക്യാൻ സേ that subspace is an invariant subspace under T. ഓക്കെ, ഇതാണ് ഇൻവേരിയൻറ്റ് സബ്സ്പേസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. Suppose T is an element of L of V, show that each of the following subspaces of V is invariant under T. രണ്ടൊന്ന് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഈസ് ഡിഫൈനിങ് ഫ്രം വി ടു വി. നമുക്ക് ഓരോ സബ്സ്പേസുകൾ തന്നിട്ടുണ്ട്. ഈ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആണ് സെറ്റ് 0 എന്ന് പറയുന്നത്. ഈ സെറ്റ് 0 എന്ന് പറയുന്ന സബ്സ്പേസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ യു ഇവിടെ എടുത്ത യു എന്ന് പറയുന്ന സബ്സ്പേസ് ഇല്ലേ, അതേപോലെയാണ് ആ യു ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് 0നെ എടുത്തേക്കുന്നത്. അപ്പോൾ സെറ്റ് 0യിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തു, അതിൻ്റെ ഇമേജും ഈ സെറ്റ് 0യിൽ തന്നെ വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് സെറ്റ് 0 ഈസ് ഇൻവേരിയൻ്റ് സബ്സ്പേസ് അണ്ടർ ടി എന്ന് പറയാൻ പറ്റും. നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു എലമെൻറ്റ് യുവിൽ നിന്ന് ഈ സെറ്റ് 0 എന്നുള്ള സബ്സ്പേസിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുക്കുകയെന്ന് വിചാരിക്കും. സെറ്റ് 0 എന്ന് പറയുന്ന സബ്സ്പേസിൽ ഏത് വെക്ടറേ ഉള്ളൂ, 0 എന്ന് പറയുന്ന വെക്ടർ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു വെക്ടർ എടുക്കുമ്പോൾ ആ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കില്ലേ. ഇനി യു ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജും എന്ത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. സോ ടി യു ഈക്വൽ ടു 0, അതായത് നമ്മൾ ലീനിയർ മാപ്പ് ഈസ് ഡിഫൈനിങ് ഫ്രം വി ടു വി. ഈ മാപ്പ് ലീനിയർ ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇമേജ് അതിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ടി യു എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. സോ 0 ആയതുകൊണ്ട് തന്നെ ഈ ടി യു എന്ന് പറയുന്നത് എന്തായിരിക്കും, എലമെൻ്റ് ഓഫ് സെറ്റ് 0. കാരണം 0 ആയിട്ടുള്ള വെക്ടറാണ് ഈ സെറ്റ് 0 എന്നുള്ള സബ്സ്പേസിലുള്ളത്. അപ്പോൾ യു എന്ന് പറയുന്നതും 0 ആയിരിക്കും, അതിൻ്റെ ഇമേജും 0 ആയിരിക്കും. സോ ആ ഇമേജ് ആയിട്ടുള്ള ടി യു എന്ന് പറയുന്നത് എന്ത് വരും, സെറ്റ് 0യിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് സെറ്റ് 0 ഈസ് ഇൻവേരിയൻ്റ് സബ്സ്പേസ് അണ്ടർ ദി ലീനിയർ ഓപ്പറേറ്റർ ടി ഓർ അണ്ടർ ടി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സബ്സ്പേസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻവേരിയൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വി തന്നെ, വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത് തന്നെ ഇൻവേരിയൻ്റ് ആണോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു വെക്റ്റർ സ്പേസിൽ വിയിൽ നിന്ന് ഒരു വെക്ടറിനെ എടുത്തു, അതിൻ്റെ ഇമേജ് എവിടെ തന്നെയായിരിക്കും, വിയിലായിരിക്കില്ലേ. കാരണം നമ്മൾ ലീനിയർ ഓപ്പറേറ്ററാണ്, ടി എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഡിഫൈനിങ് ഫ്രം വി ടു വിയിലോട്ടാണ്, വേറെ സബ്സ്പേസിലോട്ടല്ല. അപ്പോൾ അത് ഈ വിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് വെക്റ്റേഴ്സും എങ്ങോട്ട് തന്നെ മാപ്പ് ചെയ്യണേ, ഈ വി എന്ന് പറയുന്ന സെയിം വെക്റ്റർ സ്പേസിലോട്ടല്ലേ. കാരണം നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല, ലീനിയർ ഓപ്പറേറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് സെയിം വെക്റ്റർ സ്പേസിലോട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്ന മാപ്പിങ്ങുകളെയാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ ആയിട്ട് കൂട്ടുന്നത്. സോ യു എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ നിന്ന് എടുത്തു എന്ന് വിചാരിക്കും, ഇതിൻ്റെ ഇമേജ് ആയിട്ടുള്ള ടി യു എവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇമേജ് ആയിട്ട് വരുന്നത് സെക്കൻഡ് വെക്റ്റർ സ്പേസിലെ വെക്ടേഴ്സിനെയാണ് നമ്മൾ ഇമേജസിൽ കൂട്ടുന്നത്. അപ്പോൾ ഈ യുവിൻ്റെ ഇമേജ് ആയിട്ടുള്ള ടി യു എവിടെയായിരിക്കും ഉണ്ടാവുക, ഈ വിയിലായിരിക്കും. ഈ രണ്ട് വിയും സെയിം തന്നെയല്ലേ. സോ ഇഫ് യു എലമെൻറ്റ് ഓഫ് യു, ദെൻ വി ക്യാൻ സേ ദാറ്റ് ടി യു ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് വി. സോ
ദസ് വി ഈസ് ഇൻവേരിയൻറ്റ് സബ്സ്പേസ് അണ്ടർ ടി. അപ്പോൾ ഒരു സബ്സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഒരു ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ആയിരിക്കും. ആ ഒരു റിസൾട്ടും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ നൾ ടി. നൾ ടി എന്ന് പറയുമ്പോൾ എന്താ? നൾ ടി എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ്. ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആണ് നൾ ടി എന്നുള്ളത്. അപ്പോൾ ഈ നൾ ടി എന്ന് പറയുന്നത് ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ആണോ അണ്ടർ ടി എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നൾ ടിയിൽ നിന്ന് ആർബിട്രറി ആയിട്ട് ഒരു യു എന്നുള്ളൊരു വെക്ടറിനെ നമ്മൾ ചൂസ് ചെയ്തു. ഇനി നൾ ടിയിൽ നിന്നൊരു എലമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഇമേജ് എന്തായിരിക്കണം? ഇമേജ് വിൽ ബി ഈക്വൽ ടു 0. ഇമേജ് 0 ആവുന്ന വെക്റ്റേഴ്സിനെയാണല്ലോ നമ്മൾ നൾ ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ 0 ആയിട്ട് വരുന്ന വെക്റ്റേഴ്സാണ് നൾ ടിയിലുള്ളത്. സോ ടി യു എന്ന് പറയുന്നത് എന്തായിരിക്കും? എലമെൻ്റ് ഓഫ് നൾ ടി ആയിരിക്കും. സോ നൾ ടി ഈസ് ഇൻവേരിയൻറ്റ് സബ്സ്പേസ് അണ്ടർ ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവേരിയൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് എക്സാമ്പിൾസ്. അപ്പോൾ ഡെഫിനിഷൻ വിത്ത് ഡിഫൈൻ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി റേഞ്ച് ടി എടുക്കുമ്പോൾ റേഞ്ച് ടി ഈസ് ആൻ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് അണ്ടർ ടി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യു എന്നുള്ളൊരു വെക്ടർ റേഞ്ച് ടി എന്നുള്ള സബ്സ്പേസിൽ നിന്ന് എടുത്തു. റേഞ്ച് ടി എന്ന് പറയുമ്പോൾ എന്താ? യു എലമെൻ്റ് ഓഫ് റേഞ്ച് ടി ആണെങ്കിൽ അതിൻ്റെ ടി യു എന്ത് തന്നെയായിരിക്കും? എലമെൻ്റ് ഓഫ് റേഞ്ച് ടി ആയിരിക്കില്ലേ? കാരണം the vector space is the operator is defining from V to V ആണ്. അപ്പോൾ ടി യു എന്ന് പറയുന്നത് എവിടെ തന്നെ വരും? റേഞ്ച് ടിയിലുള്ള വെക്ടർ തന്നെയായിരിക്കും. സോ റേഞ്ച് ടി ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മളൊരു ലീനിയർ ഓപ്പറേറ്റർ എടുക്കുന്നതുകൊണ്ടാണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വി ടു ഡബ്ല്യു എന്നുള്ള വേറൊരു വെക്ടർ സ്പേസിലോട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ, ഈഗൻ വാല്യൂ. ഈഗൻ വാല്യൂ എന്ന് വിളിക്കുന്ന വേറൊരു പേരാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന്. ഓക്കെ, അപ്പോൾ ഈഗൻ വാല്യൂ എന്താണെന്ന് നോക്കാം. സപ്പോസ് ടി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വി, എ നമ്പർ ലാംഡ എലമെൻറ്റ് ഓഫ് എഫ് ഈസ് കോൾഡ് ആൻ ഈഗൻ വാല്യൂ ഓഫ് ടി ഇഫ് ദർ എക്സിസ്റ്റ് ആൻ വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് വി സച്ച് ദാറ്റ് വി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ടി വി ഈസ് ഈക്വൽ ടു ലാംഡ വി. അതായത് നമ്മളൊരു ലീനിയർ ഓപ്പറേറ്ററിനെ കൺസിഡർ ചെയ്യുകയാണ്. ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈനിങ് ഫ്രം ദി വെക്റ്റർ സ്പേസ് വി ടു വി. അതുപോലെ തന്നെ ഈ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫീൽഡ് ഉണ്ടാവില്ല. നമ്മൾ സ്കെയിലേഴ്സ് എല്ലാം ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ്. ആ ഫീൽഡിൽ നിന്ന് ഒരു സ്കെയിലാറിനെ ചൂസ് ചെയ്യാണ്. സേ ലാംഡ. ലാംഡ എന്നുള്ളൊരു സ്കെയിലാറിനെ എഫിൽ നിന്ന് ചൂസ് ചെയ്തു. ഇനി ഈ ലാംഡ എന്ന് പറയുന്നത് ഒരു ഈഗൻ വാല്യൂ ആണോ ഫോർ ദി ഫംഗ്ഷൻ ടി? ഈ ലാംഡ എന്ന് പറയുന്നത് ഈ വാല്യൂ ഫോർ ദി ഫംഗ്ഷൻ ടി ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ വി, വെക്റ്റർ സ്പേസ് വിയിൽ എക്സിസ്റ്റ് ചെയ്യണം. ലാംഡ എന്നുള്ള സ്കെയിലാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ വി വെക്റ്റർ സ്പേസ് വിയിൽ ഉണ്ടാവണം. സച്ച് ദാറ്റ് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വി ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. വി എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കണം. നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ ടി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ലാംഡ വി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വെക്ടർ വി വെക്റ്റർ സ്പേസ് വിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഫോർ ദി ലീനിയർ ഓപ്പറേറ്റർ ടി. ഓക്കെ, അപ്പോൾ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഫീൽഡിൽ നിന്ന് നമ്മളൊരു സ്കെയിലാറിനെ ചൂസ് ചെയ്താൽ അത് ആ ലീനിയർ ഓപ്പറേറ്റർ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഈഗൻ വാല്യൂ ഓഫ് ആകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ, നോൺ സീറോ വെക്റ്റർ, ആ വെക്റ്റർ സ്പേസ് വിയിൽ എക്സിസ്റ്റ് ചെയ്യണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ടി വി ഈക്വൽ ടു ലാംഡ വി. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ ടി. അതായത് ടി വി ഈക്വൽ ടു ലാംഡ വി എന്നുള്ളൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്കെയിലാസിനെ വിളിക്കുന്ന പേരാണ് ഈഗൻ വാല്യൂ ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ ടി എന്നുള്ളത്. ഓക്കെ, ഈ ഒരു റിസൾട്ടാണ്. സപ്പോസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആൻഡ് ടി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വി ആൻഡ് ലാംഡ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദി ഫീൽഡ് എഫ്, ദെൻ ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഇക്വലൻറ്റ്. അതായത് നമ്മളൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുത്തു. ആ ട്രാൻസ്ഫോർമേഷൻ ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത്
ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് V2 ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് Vയിലോട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ലാംഡ എന്ന് പറയുന്ന ഒരു ഈഗൻ വാല്യൂവിനെ കൺസിഡർ ചെയ്യാണ്. ലാംഡ എന്ന് പറയുന്ന ഒരു ഈഗൻ വാല്യൂ ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേറ്റർ T ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന 4 കണ്ടീഷൻസും ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈഗൻ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ 2-3 കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. If lambda is an eigenvalue of T, then T minus lambda I is not injective. Also, T minus lambda I is not surjective and T minus lambda I is not invertible. അതായത് ഈ എല്ലാ കണ്ടീഷൻസും ഈക്വലൻ്റ് ആണ്. ലാംഡ എന്ന് പറയുന്നത് ടിയുടെ ഒരു ഈഗൻ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ടി മൈനസ് ലാംഡ ഐ ചെയ്യുന്ന ആ ടി മൈനസ് ലാംഡ ഐ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഇൻജക്റ്റീവ് ആയിരിക്കും, അതായത് 1 ആയിരിക്കില്ല. അതുപോലെ തന്നെ ടി മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് സർജക്റ്റീവ് ആയിരിക്കില്ല. ടി മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷനും ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ടി മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലാംഡ എന്ന് പറയുന്നത് ഈ ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് ടി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ടി മൈനസ് ലാംഡ എന്ന് പറയുന്നത് സർജക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻജക്റ്റീവ് ആയിരിക്കില്ല, ഇൻവേർട്ടിബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് ഈഗൻ വാല്യൂ ഓഫ് ടിയും ആയിരിക്കും. അതാണ് കണ്ടീഷൻസ്. അപ്പോൾ ഈക്വലൻ്റ് എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഈഗൻ വെക്റ്റർ. ഈഗൻ വെക്റ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈഗൻ വാല്യൂ ആയിട്ട് എടുത്ത ലാംഡയില്ലേ, ടി വി ഈസ് ഈക്വൽ ടു ലാംഡ വി സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡേനെയാണ് നമ്മൾ ഈഗൻ വാല്യൂ ഓഫ് ദി ടി എന്ന് പറയുന്നത്. ഓക്കെ, ആ വെക്റ്റർ ഈ ടി വി ഈക്വൽ ടു ലാംഡ വി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഇല്ലേ, ആ വെക്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഈഗൻ വെക്റ്റർ. ഓക്കെ, അതായത് ആ ഓരോ ഈഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന വെക്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈഗൻ വെക്റ്റർ. That is, suppose T element L of V and lambda element of F is an eigenvalue of T. A vector V element of V is called an eigenvector of T corresponding to lambda if V is not equal to 0 and T V equal to lambda V. നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ ഡെഫിനിഷൻ തന്നെയാണ്. നമ്മളൊരു ഈഗൻ വാല്യൂ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഈഗൻ വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഈഗൻ വെക്റ്റർ വി ഒരു വെക്റ്റർ വിനെ വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ടി വി ഈക്വൽ ടു ലാംഡ വി. അപ്പോഴാണ് ലാംഡയെ നമ്മൾ ഈഗൻ വാല്യൂ ഫോർ ദി ടി എന്ന് പറയുന്നത്. ദെൻ ദാറ്റ് വെക്റ്റർ വി ഈസ് called an ഈഗൻ വെക്റ്റർ ഫോർ ദി ലീനിയർ ഓപ്പറേറ്റർ ടി. ഇനി നോട്ടായിട്ട്, ബിക്കോസ് ടി വി ഈസ് ഈക്വൽ ടു lambda v if and only if t minus lambda into v is equal to 0. A vector v element of v with v not equal to 0 is an eigenvalue of t corresponding to lambda if and only if v is an element of null of t minus lambda I. അതായത് ടി വി ഈസ് ഈക്വൽ ടു ലാംഡ വി എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാൻ ഇതെന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ കണ്ടീഷൻ ഈസ് ഈക്വലൻ്റ് ടു ദി കണ്ടീഷൻ ടി മൈനസ് ലാംഡ ഐ ഇൻറ്റു വി ഈക്വൽ ടു 0. അതായത് ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു ഈക്വൽ ടു 0 ആയിട്ട് എഴുതി. അപ്പോൾ ഇതിന് പകരം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് വിനെ എന്തായിട്ട് പറയാം, ഈഗൻ വെക്റ്റർ ഫോർ ടി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈഗൻ വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായാലും ആ വെക്റ്റർ വിൽ ബി ആൻ എലമെന്റ് ഓഫ് നൾ ഓഫ് ടി മൈനസ് ലാംഡ ഐ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് എ പ്രപ്പോസിഷൻ. ലെറ്റ് ടി എലമെന്റ് ഓഫ് എൽ ഓഫ് വി. Suppose lambda 1, lambda 2, etc. lambda m are distinct eigenvectors for t and v1, v2, etc. vm are corresponding eigenvectors, then v1, v2, etc. vm is linearly independent. നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യാണ് ഫ്രം ദി വെക്റ്റർ സ്പേസ് v to v. ഓക്കെ, ഇനി ലാംഡ 1, ലാംഡ 2, എക്സ്ട്രാ ലാംഡ m എന്ന് പറയുന്നത് ആ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഈഗൻ വാല്യൂസ് ആണ്. ഒരു ചേഞ്ച് ഉണ്ടേ. ലാംഡ 1, ലാംഡ 2, ലാംഡ m എന്ന് പറയുന്നത് ആർ ഡിസ്റ്റിങ്ക്റ്റ് ഈഗൻ വാല്യൂസ് ഫോർ ദി ടി. ഇനി ആ ലാംഡ 1, ലാംഡ 2, ലാംഡ m എന്നുള്ള ഈഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സ് ആയിട്ടാണ് v1, v2, എക്സ്ട്രാ vm എടുക്കുന്നത്. അപ്പോൾ ടിയുടെ ഈഗൻ വെക്റ്റേഴ്സ് ആണ് v1, v2, എക്സ്ട്രാ vm എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ v1, v2, എക്സ്ട്രാ vm എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും.
അതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഈഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമുക്ക് പ്രൂഫ് നോക്കാം. So let us move on to the proof. Let v1, v2, etc. vm are the eigenvectors corresponding to the eigenvalues lambda 1, lambda 2, etc. lambda m. Then suppose v1, v2, etc. vm is linearly dependent. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് v1, v2, etc. vm എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ കോൺട്രറി സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യാണ്. v1, v2, etc. vm എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മളൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് നമ്മളിത് ചെയ്തു വരുന്നത്. അതായത് തെറ്റായ ഒരു കാര്യം നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുന്നു. അത് ആ ഫോൾട്ട് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ റോങ് അസംഷൻ അസ്യൂം ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസംഷൻ ആയിരുന്നു റോങ്, അതിൻ്റെ ഓപ്പോസിറ്റ് വൺ ആയിരുന്നു ശരി. അതായിരുന്നു കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. സപ്പോസ് v1, v2, etc. vm ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ദെൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അതിലെ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റിൻ്റെ പ്രിസീഡിങ് വെക്റ്റേഴ്സ്, ഇപ്പോൾ നമ്മളൊരു വെക്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നുള്ള വരുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്ന ഒരു വെക്റ്റർ എങ്കിലും ആ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ അതിനെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത്. സേ വി കെ ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് വി കെ ഈസ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി പ്രിസീഡിങ് k-1 വെക്റ്റേഴ്സ്. അപ്പോൾ വി കെക്ക് മുന്നിൽ വരുന്ന v1, v2, etc. vk-1 എന്നുള്ള അത്രയും k-1 വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ vk എന്നുള്ള വെക്റ്ററിന് നമുക്ക് എഴുതാൻ പറ്റും. സിൻസ് v1, v2, etc. vm is the linearly independent set. linearly dependent set. linearly dependent set ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വെക്റ്ററിനെ അതിൻ്റെ പ്രിസീഡിങ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വെക്റ്റർ ആയിട്ടാണ് നമ്മൾ വി കെനെ എടുക്കുക. വി കെ ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് വി കെ ഈസ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1, v2, etc. vk-1. അത് സ്പാൻ എന്ന് കൊടുക്കാൻ കാരണം ലീനിയർ കോമ്പിനേഷൻ നമുക്ക് സ്പാൻ ആയിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ സ്പാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1, v2, etc. vk-1 എന്നാണ്. Then the existence of k with this property follows from the linear dependence. Thus there exist scalars a1, a2, etc. ak-1 from the field f such that vk is equal to a1 v1 plus etc. ak-1 vk-1. അതായത് നമുക്ക് vkനെ v1, v2, etc. vk-1ൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there exists some k-1 scalars from the field f. a1, v2, etc. ak-1 എന്നുള്ളത് എഫിൽ നിന്നെടുത്ത കുറച്ച് സ്കെയിലാസ് ആണ്. ആ സ്കെയിലാസിൻ്റെ ലീനിയർ കോമ്പിനേഷനിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആ വി കെനെ എങ്ങനെ എഴുതാം? a1 v1 പ്ലസ് a2 v2 പ്ലസ് എക്സെട്ര ak-1 vk-1 എന്ന് എഴുതാൻ പറ്റും. ദെൻ വി ആർ അപ്ലൈയിങ് the operator t on both side of this equation 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? t vk is equal to t of a1 v1 plus etc. ak-1 vk-1. then t എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഈ ഓരോ ടേമിനും t സെപ്പറേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോമൺ ആയിട്ട് ആ സ്കെയിലാസിന് ഔട്ട് സൈഡ് എടുക്കാം. കാരണം ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റിയും ഹോമോജിനിറ്റിയും യൂസ് ചെയ്തിട്ട് നമുക്ക് ആ രണ്ട് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ ഇതുപോലെ എഴുതാം. ഇനി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ടി എന്ന് പറയുന്നത് എന്താ? ഈ ലാംഡ v1, v2, etc. vm എന്ന് പറയുന്നത് ഈഗൻ വെക്റ്റേഴ്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. ഈഗൻ വെക്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈഗൻ വെക്റ്റർ ആവാനുള്ള കണ്ടീഷൻ എന്താ? ടി വി ഈക്വൽ ടു ലാംഡ വി എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ടി v1 ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ 1 v1 ആയിരിക്കില്ലേ? v1 എന്നുള്ള വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഈഗൻ വാല്യൂവിനെയാണ് നമ്മൾ ലാംഡ 1 എന്ന് ഉദ്ദേശിക്കുന്നത്. v1 എന്നുള്ള വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വാല്യൂ ആണ് ലാംഡ 1. സോ ടി v1 വിൽ ബി ഈക്വൽ ടു ലാംഡ 1 v1. അതുപോലെ തന്നെ v2 എന്നുള്ള ഈഗൻ വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വാല്യൂ ആണ് ലാംഡ 2. സോ ടി v2 വിൽ ബി ഈക്വൽ ടു ലാംഡ 2 v2. ഇതാണ് ഒരു വെക്റ്റർ ഈഗൻ വെക്റ്റർ ആവാനുള്ള കണ്ടീഷൻ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് നമ്മൾ ഈ ടി v1, ടി v2, എക്സെട്ര ടി vk-1നെ ലാംഡ 1 v1 എക്സെട്ര ലാംഡ k-1 vk എന്ന് റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ടി വി കെ എന്നുള്ളത് എന്താവും? ലാംഡ കെ വി കെ യൂസിങ് ദിസ് പ്രോപ്പർട്ടി ഓഫ് ഈഗൻ വെക്റ്റർ. ഇനി ഈ ഇക്വേഷൻ 1ന് നമ്മൾ ത്രൂ ഔട്ട് ലാംഡ കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അതിനെ ആ ഇക്വേഷനിൽ നിന്ന്
നമ്മുടെ ഈ ഇക്വേഷൻ 2 മൈനസ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ ത്രൂ ഔട്ട് ലാംഡ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും, ലാംഡ കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് 2 എന്നുള്ള ഇക്വേഷനെ മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് A1 എന്നുള്ള വെക്ടർ ഉണ്ട്, അതിന് ഔട്ട് സൈഡ് എടുത്തു. ലാംഡ കെ മൈനസ് ലാംഡ 1 ഇൻറ്റു V1. A1 V1നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കി വന്ന ടേംസിന് ഡിഫറൻസ് എടുത്തു. സിമിലർലി ഇവിടെ എന്ത് വരും? AK മൈനസ് 1 ഇൻറ്റു ലാംഡ കെ മൈനസ് ലാംഡ കെ മൈനസ് 1 ഇൻറ്റു VK മൈനസ് 1. Okay, because we choose k to be the smallest positive integer satisfying Vk is an element of V1 V2 extra Vk minus 1, that is V1 V2 extra Vk minus 1 is linearly independent. അതായത് വി കെ എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സാറ്റിസ്ഫൈങ് ദി ലീനിയർ കോമ്പിനേഷൻ. അതായത് പ്രിസീഡിങ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വെക്ടർ ആയിട്ട് വി കെ ആണ് ഉള്ളത്. അപ്പോൾ അതും അതിൻ്റെ മീനിങ് എന്താ? അതിന് തൊട്ട് മുന്നേ വരുന്ന വെക്ടേഴ്സ് വരെ ഒന്നിൻ്റെയും ലീനിയർ കോമ്പിനേഷനിൽ എക്സിസ്റ്റ് ചെയ്യണതല്ല. അതായത് ഇപ്പോൾ നമ്മൾ V1 V2 എക്സിട്ര വി കെ മൈനസ് 1 വി കെ എന്ന് എടുത്തു. അതായത് VM വരെയുള്ള വെക്ടേഴ്സിൽ നിന്ന് ഇത്രയും വെക്ടേഴ്സിന് എടുത്തു. അതിൽ വി കെ എന്നുള്ള വെക്ടറാണ് ഏറ്റവും സ്മോളസ്റ്റ് വെക്ടർ വിച്ച് സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി പ്രിസീഡിങ് ദീസ് കെ മൈനസ് 1 വെക്ടേഴ്സ്. അപ്പോൾ കെ മൈനസ് 1 വരെയുള്ള വെക്ടേഴ്സ് ഒന്നും അതിന് തൊട്ട് മുന്നേ വരുന്ന വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ സാധിക്കുന്ന വെക്ടേഴ്സ് അല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? കെ മൈനസ് 1 വരെയുള്ള വെക്ടേഴ്സ് എന്തായിരിക്കും? അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലേ? ലീനിയർലി അതായത് ഒന്നിൻ്റെ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റാത്ത വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആഡ് ചെയ്ത് പോകുമ്പോൾ അതെല്ലാം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. അപ്പോൾ കെ മൈനസ് 1 വരെയുള്ള വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് വി കെ ആണ് സ്മോളസ്റ്റ് വെക്ടർ സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി പ്രിസീഡിങ് വെക്ടേഴ്സ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ വരുന്ന ഒറ്റ വെക്ടേഴ്സിനെ നമുക്ക് പ്രിസീഡിങ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദാറ്റ് V1 V2 എക്സ്ട്രാ VK മൈനസ് 1 ആർ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് V1 V2 എക്സ്ട്രാ VK മൈനസ് 1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് നമുക്കിപ്പോൾ ഇവിടെ ഇക്വേഷൻ 3 ആയിട്ട് കിട്ടി. V1 V2 എക്സ്ട്രാ VK മൈനസ് 1 എന്ന് പറയുന്നത് എൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ കിടക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിരിക്കുന്ന മീനിങ് എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിൽ ബി ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ദർ സ്കെയിലാസ് വിൽ ബി ഈക്വൽ ടു 0. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്കെയിലാസ് വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? A1 0 ആണ്, A2 0 ആണ്, AK മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതെല്ലാം 0 ആണെന്ന് കിട്ടി. A1 V2 എക്സിട്ര AK മൈനസ് 1 എന്നുള്ളത് 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അതിന് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. A1 0, A2 0, എക്സിട്ര AK മൈനസ് 1 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? VK എന്ന് പറയുന്നത് 0 ആയെന്ന് കിട്ടിയില്ലേ? ഇവിടെ എല്ലാം 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VKയുടെ വാല്യൂ എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. അപ്പോൾ VKയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. ഇനി ഈ VK എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് സാധനമാണ്? ഈഗൻ വെക്ടേഴ്സ് അല്ലേ? അപ്പോൾ ഈഗൻ വെക്ടർ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇറ്റ് ഷുഡ് ബി നോൺ സീറോ. എ വെക്ടർ ഷുഡ് ബി നോൺ സീറോ സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ടി വി ഈക്വൽ ടു ലാംഡ വി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വി കെ എന്ന് പറയുന്നത് V1 V2 എക്സ്ട്രാ VM എന്നുള്ള വെക്ടേഴ്സിലെ ഈഗൻ വെക്ടേഴ്സിലെ ഒരു വെക്ടറാണ് വി കെ. ആ വി കെ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 0 ആണെന്ന് കിട്ടി. ആ വെക്ടർ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. കാരണം എന്താ? അത് ഈഗൻ വെക്ടറാണ്. ഈഗൻ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നോൺ സീറോ ആയേ പറ്റുള്ളൂ. So this is contradicting our hypothesis that Vk is an eigenvector. Thus our assumption V1 V2 extra Vn is linearly independent is wrong. Hence we can say that this vectors eigenvectors V1 V2 extra Vn is linearly independent. അപ്പോൾ നമ്മളൊരു റോങ് ആയിട്ടുള്ള ഒരു അസംഷൻ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. അതായത് Vk എന്ന് പറയുന്ന വെക്ടർ 0 ആണെന്നുള്ള ഒരു അസംഷൻ കിട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റായ ഒരു കാര്യം അസ്യൂം ചെയ്തത്. നമ്മൾ തെറ്റായ എന്ത് കാര്യം അസ്യൂം ചെയ്തത്? V1 V2 എക്സിട്ര M എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ VK ഈക്വൽ ടു 0 എന്ന് കിട്ടിയത്. സോ നമ്മുടെ അസംഷൻ ആയിരുന്നു റോങ്. സോ ഇത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? V1 V2 എക്സ്ട്രാ VM എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ്.
Then next one is a proposition, a small proposition. Suppose V is finite dimensional, then each operator on V has at most dimension V distinct eigenvectors. നമ്മളൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് V എന്നുള്ളൊരു വെക്റ്റർ സ്പേസിലോട്ട് നമ്മൾ ഏതൊരു ഓപ്പറേറ്റർ, അതിൽ നിന്ന് ഏതൊരു ഓപ്പറേറ്ററിനെ കൺസിഡർ ചെയ്താലും അതിനകത്ത് മാക്സിമം ഡയമെൻഷൻ V ആയിട്ടുള്ള ഏറ്റവും കൂടിപ്പോയ ഡയമെൻഷൻ V നമ്പർ ഓഫ് ഈഗൻ വെക്റ്റേഴ്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഡിസ്റ്റിങ്ക്റ്റ് അതായത് വ്യത്യസ്തമായിട്ടുള്ള കൂടിപ്പോയ ഡയമെൻഷൻ V എന്നുള്ള അതിൻ്റെ ഇപ്പോൾ വിയുടെ ഡയമെൻഷൻ എത്രയാണോ അത്രയും വെക്റ്റേഴ്സ്, അതിൽ കൂടുതൽ ഈഗൻ വെക്റ്റേഴ്സ് എന്തായാലും ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസിന് എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് കണ്ടീഷൻ. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മളൊരു V എന്നുള്ളൊരു വെക്റ്റർ സ്പേസ്, ഇത് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. ആ ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർ ഓപ്പറേറ്റർ, നമ്മൾ ഓരോ ലീനിയർ ഓപ്പറേറ്ററും കൺസിഡർ ചെയ്യാം. വിയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പലതരം ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഡിഫൈൻ ചെയ്തു. അതിനെല്ലാമുള്ള ഈഗൻ വാല്യൂസിനെയും കൺസിഡർ ചെയ്യണം. ഓരോരോ ഇതിനുള്ള ഈഗൻ വാല്യൂസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഈഗൻ വെക്റ്റേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് കൂടിപ്പോയാൽ ഇതിൻ്റെ ഡയമെൻഷനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. ഇപ്പോൾ വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സം എം ആണെന്ന് വിചാരിക്കുക. ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത് എം ആണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ അതിൽ എം വെക്റ്റേഴ്സ് ഉണ്ടാവും. അതായത് മാക്സിമം അതിന് എം വെക്റ്റേഴ്സ് വരെ പോസിബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൽ എമ്മിൽ കുറവായിരിക്കും. ഒരിക്കലും M+1, അതായത് എമ്മിൽ കൂടുതൽ ഈഗൻ വെക്റ്റേഴ്സ് ആ വി എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So we are considering a linear operator T from V to V. Suppose lambda1, lambda2, etc. lambda m are the eigenvalues for the vector space. Eigenvalues for the linear operator T, and V1, V2, etc. Vm be the corresponding eigenvectors for the linear operator T. അപ്പോൾ നമ്മളൊരു ലീനിയർ ഓപ്പറേറ്റർ T from V to Vയിലോട്ട് കൺസിഡർ ചെയ്യാണ്. ആ Tക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വാല്യൂസിന് lambda1, lambda2, etc. lambda m എന്ന് ഡിനോട്ട് ചെയ്തു. ആ ഈഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സ് ആയിട്ട് V1, V2, etc. Vm കൺസിഡർ ചെയ്തു. ഇനി ഫ്രം ദി എബോവ് പ്രപ്പോസിഷൻ വി ക്യാൻ സേ ദാറ്റ് ദീസ് ഈഗൻ വെക്റ്റേഴ്സ് വിൽ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് ആ ഒരു ഈഗൻ വെക്റ്റേഴ്സ് ഒരു ട്രാൻസ്ഫോർമേഷന് ലീനിയർ ഓപ്പറേറ്ററിനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രപ്പോസിഷനിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ V1, V2, etc. Vm എന്ന് പറയുന്നത് എന്തായി, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായി. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത്. ഒന്നെങ്കിൽ അത് ബേസിസ് ആയിരിക്കും. ഓക്കെ, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് ബേസിസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ബേസിസ് ആയിരിക്കില്ല, നോട്ട് എ ബേസിസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. വിച്ച് മീൻസ് അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് തന്നെയായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ദി വെക്റ്റർ സ്പേസ്, അതിനെയാണല്ലോ ഡയമെൻഷൻ V എന്ന് പറയുന്നതാണല്ലോ. നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ദി ബേസിസ് ആണ് നമ്മളൊരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അത്രയും വെക്റ്റേഴ്സ് ആയിരിക്കും ബേസിസിൽ വരിക. അപ്പോൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് വിനോട് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് ഇപ്പോൾ സം എം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ എത്ര വെക്റ്റേഴ്സ് വരും, എം വെക്റ്റേഴ്സ് വരും. അപ്പോൾ നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ ഓൾറെഡി ഇപ്പോൾ എം വെക്റ്റേഴ്സ് ആണ് ഉള്ളത്. സോ അതെന്തായിരിക്കും, ഈക്വൽ ടു കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് വിൽ ബി, ഈഗൻ വെക്റ്റേഴ്സ് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഇനി ഇത് ബേസിസ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, അത് നമുക്ക് അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് തന്നെ നിർത്താൻ പറ്റും. അതായത് അപ്പോൾ ഈ ഡയമെൻഷൻ V എന്ന് പറയുന്നത് എന്തായാലും നോട്ട് ഈക്വൽ ടു എം ആയിരിക്കും. വേറെ എന്തെങ്കിലും വാല്യൂ എന്ന് വിചാരിക്കും. ഇപ്പോൾ സം n ആണെന്ന് വിചാരിക്കും. എം എന്ന് പറയുന്നത് എന്നിനേക്കാൾ ചെറിയൊരു നമ്പർ ആയിട്ട് എടുക്കുകയാണ് എം. ഈ എം വെക്റ്റേഴ്സിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ n ആണെന്ന് ഡയമെൻഷൻ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസിസിൽ n വെക്റ്റേഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് m വെക്റ്റേഴ്സ് ആണ്. കാരണം V1, V2, etc. Vm എന്ന് പറയുന്നതാണ് നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അതിൽ m വെക്റ്റേഴ്സ് ആണ് ഉള്ളത്. n എന്ന് പറയുന്നതിനേക്കാൾ ചെറിയ നമ്പറാണ് m. ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, അത് ബേസിസ് അല്ല. അപ്പോൾ നമ്മളൊരു പ്രപ്പോസിഷൻ പഠിച്ചിട്ടില്ലേ, എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ ബേസിസ് ബൈ ആഡിങ് എക്സ്ട്രാ വെക്റ്റേഴ്സ് ടു ഇറ്റ്, ബൈ ആഡിങ് കറസ്പോണ്ടിങ് വെക്റ്റേഴ്സ് ടു. അതായത് നമുക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആക്കി മാറ്റാം ബൈ ആഡിങ് കറസ്പോണ്ടിങ് വെക്റ്റേഴ്സ്. നമുക്ക് കുറച്ച് വെക്റ്റേഴ്സിനെയും കൂടി ആഡ് ചെയ്തിട്ട് അതിനൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ അതിനൊരു ബേസിസ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനകത്ത് കുറച്ചും കൂടി വെക്റ്റേഴ്സിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് അതൊരു ബേസിസ് ആയി മാറാത്തത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഈ എമ്മിനേക്കാൾ കുറച്ച് അതായത് ആ ഡയമെൻഷൻ ബേസിസ് അല്ല എന്ന് പറയുമ്പോൾ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ ആ വെക്റ്റേഴ്സ് എന്തായാലും എന്തായിരിക്കും, കുറവായിരിക്കില്ലേ.
സോ ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഡയമെൻഷൻ വി. ഇപ്പം ഞാനിവിടെ ആർബിട്രറി ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ എം എന്ന് പറയുന്നത് എൻ ആണിനേക്കാൾ ചെറുതാണെന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ എം എന്ന് പറയുന്നത് എന്തായാലും നോട്ട് ഈക്വൽ ടു എൻ ആണ് ആൻഡ് എം ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ എൻ. അപ്പോൾ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ വിനേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഈഗൻ വെക്റ്റർ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വിയിലെ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഡയമെൻഷനോട് ഈക്വലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലോട് കുറവായിരിക്കും, ഒരിക്കലും അതിനേക്കാൾ കൂടില്ല.